അപ്പോൾ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാറിൽ നിന്ന് നമ്മൾ ബൈക്കിലേക്ക് അഥവാ പമ്പിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൈക്കിലേക്ക് കുറച്ച് എണ്ണ എങ്ങനെ ഈ വാഹനത്തിൽ നിന്ന് എടുക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിളാണ്. ഈ ഒരു പ്ലെയർ മാത്രം മതി കേട്ടോ. ഈ ഓസാണ് നമ്മളെ പെട്രോൾ ടാങ്കിൽ നിന്ന് വരുന്ന ഓസാട്ടത്. ഈ ഒരു ഓസ് ഇതുണ്ടോ, ഇത് എഞ്ചിനിലേക്ക് പോകുന്ന ഓസാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് ഈ ഒരു പ്ലെയർ വെച്ച് നമുക്ക് എടുത്തിട്ട് ഈ ഒരു ഓസ് കണ്ടോ, ഈ ഒരു ഓസ് നമുക്കിപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കുപ്പി നമ്മളിതിൽ വെക്കുക. അതോ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇഗ്നിഷൻ കണ്ടോ, ഇത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, നമുക്ക് പെട്രോൾ ഈ ഒരു കുപ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അകത്ത് കീ ഓണാക്കി ഓഫാക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. വാ, കാണില്ലേ ഫസ്റ്റ് അവിടെ നോക്ക്. ഓണാക്കി ഓഫാക്കി, ഓണാക്കി ഓഫാക്കി, ഓക്കെ അല്ല? അപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒരു ഹോസ് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹോസ് മാക്സിമം നമ്മൾ തള്ളിയിട്ട് ഫിക്സ് ചെയ്യുക. കണ്ടോ, തള്ളി എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് എൻജിനൊന്ന് ഓണാക്കി അഥവാ ചാവി ഒന്ന് ഓണാക്കി ഓഫാക്കിയിട്ട് വല്ല ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് മാത്രം നമ്മൾ ബോണറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ കാറിൽ നിന്ന് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ കാറിൽ നിന്ന് തന്നെ നമ്മളെ ബൈക്കിലേക്കൊക്കെ എണ്ണ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രം ഇത് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് അഥവാ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് ഈ സംഭവം നമ്മൾ ചെയ്യാതിരിക്കുക. അതേപോലെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പമ്പിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്, ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.